നൈനാ ദേവി ക്ഷേത്രം, നൈനിറ്റാൾ, ഒരു സവിശേഷ മതസ്ഥലം. നൈനിറ്റാൾ പോലെ തന്നെ മനോഹരമാണ് ഇവിടുത്തെ നൈനാ ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രം പ്രശസ്തമായ ശക്തിപീഠമായി കണക്കാക്കപ്പെടുന്നു. സതി മാതാവിന്റെ കണ്ണുകൾ ഇവിടെ വീണിരുന്നുവെന്നും അതിനാലാണ് ഇത് നൈനാ ദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നൈനി തടാകത്തിന്റെ തീരത്താണ് ക്ഷേത്രം. നൈനിറ്റാളിലെ നൈനി തടാകത്തിന്റെ വടക്കേ കരയിലാണ് ഈ പ്രശസ്തമായ ശക്തിപീഠം നൈനാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസ്ഥലത്ത് ദേവിയെ അവളുടെ 2 കണ്ണുകളുടെ രൂപത്തിലാണ് പ്രതിനിധീകരിക്കുന്നത്. 1880-ൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഈ ക്ഷേത്രം തകർന്നെങ്കിലും പുനർനിർമ്മിച്ചു. ഈ ക്ഷേത്രം ഒരു ശക്തിപീഠമായതിനാൽ ദേവിയുടെ നിരവധി അത്ഭുതങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഭക്തജനത്തിരക്ക് കാരണം ഇവിടെ നീണ്ട ക്യൂ രൂപപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നൈനാ ദേവി ക്ഷേത്ര സമുച്ചയത്തിൽ വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു വലിയ പീപ്പിൾ മരമുണ്ട്. മരത്തിന് സമീപം ഹനുമാൻജിയുടെ പ്രതിമയും ഉണ്ട്. ശ്രീകോവിലിൽ ത്രിമൂർത്തികളുടെ വിഗ്രഹങ്ങളുണ്ട്. മധ്യഭാഗത്ത് നൈനാദേവിയുടെ 2 കണ്ണുകൾ, ഇടതുവശത്ത് മാതാകാളി, വലതുവശത്ത് ഗണേശൻ. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും 2 സിംഹപ്രതിമകളുണ്ട്. നൈനാ ദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. നൈനാ ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. 51 ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം സതിദേവിയുടെ കണ്ണുകൾ പതിഞ്ഞിരുന്നു. ഇക്കാരണത്താൽ ഇവിടെ ദേവിയെ കണ്ണുകളുടെ രൂപത്തിലാണ് ആരാധിക്കുന്നത്. നൈനാ ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രം. കുഷാന കാലഘട്ടത്തിലും ഈ ക്ഷേത്രം പരാമർശിക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 1842-ൽ ഭക്തനായ മോത്തി രാം ഷാ പ്രതിഷ്ഠിച്ചതാണ്. 1880-ൽ മണ്ണിടിച്ചിലിൽ ക്ഷേത്രം തകർന്നെങ്കിലും 1883-ൽ പുനർനിർമ്മിച്ചു. ഉത്സവങ്ങളും പരിപാടികളും. നന്ദാഷ്ടമി കാലത്ത് ഇവിടെ ഒരു വലിയ മേള സംഘടിപ്പിക്കാറുണ്ട്. അതിൽ ധാരാളം ഭക്തർ വരുന്നു. ഈ ഉത്സവം 8 ദിവസം നീണ്ടുനിൽക്കും. അവസാന ദിവസം നന്ദാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നു. നവരാത്രി, ചൈത്രമേള തുടങ്ങിയ ആഘോഷവേളകളിലും ധാരാളം ഭക്തർ ഇവിടെയെത്തുന്നു. നൈനാ ദേവി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ. ക്ഷേത്രത്തിന് സമീപം നിരവധി ആകർഷണങ്ങളുണ്ട്. നൈനിറ്റാൾ തടാകത്തിലെ ബോട്ടിംഗ്, ബോട്ടിയ മാർക്കറ്റിലെ ഷോപ്പിംഗ്, മെഴുകുതിരികൾ, മരം കൊണ്ടുള്ള സാധനങ്ങൾ, മാൾ റോഡിലെ ജ്വല്ലറി ഷോപ്പുകൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഇത് കൂടാതെ ടിഫിൻ ടോപ്പ്, നൈന പീക്ക്, സ്നോ വ്യൂ പോയിന്റ്, എക്കോ കേവ് ഗാർഡൻ എന്നിവയും കാണാം. നൈനാ ദേവി ക്ഷേത്രത്തിൽ എങ്ങനെ എത്തിച്ചേരാം? രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളുമായി ഈ ക്ഷേത്രത്തിന് നല്ല ബന്ധമുണ്ട്. വിമാനമാർഗം. 68 കിലോമീറ്റർ അകലെയുള്ള പന്ത്നഗർ ആണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. റെയിൽ മാർഗം. 34 കിലോമീറ്റർ അകലെയുള്ള കാത്ഗോഡമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. റോഡ് മാർഗം. ക്ഷേത്രം റോഡ് മാർഗവും നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാബ്, ടാക്സി അല്ലെങ്കിൽ ബസ് വഴി നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. ലോക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് ക്ഷേത്രം.